ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ അടുക്കളയിൽ കുറച്ചധികം പണികളുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല കേട്ടോ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ബിരിയാണി കഴിക്കാൻ ഒരാഗ്രഹം കേട്ടോ. അപ്പോൾ ഒത്തിരി മസാല ഒന്നും ചുവയ്ക്കാത്തൊരു നാടൻ ചിക്കൻ കറി ആദ്യമേ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചള്ളാസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡിന് ചള്ളാസും അച്ചാറും ഇല്ലെങ്കിൽ എന്ത് ബിരിയാണിയില്ലേ. അങ്ങനെ നമ്മൾ നല്ല വെട്ടി തിളച്ചു കേട്ടോ ബിരിയാണിയുടെ വെള്ളം. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ബിരിയാണി റൈസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി കിട്ടിയാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഗൈസ്. അങ്ങനെ അത് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ എണ്ണ തെളിഞ്ഞങ്ങ് അടിപൊളി നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ബിരിയാണി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചേ അപ്പോഴത്തേക്കും നമ്മുടെ പൂച്ചക്കുട്ടികൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ അടുത്ത് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എന്തായാലും അമ്മയ്ക്കും ചേച്ചിക്കും അനിയനൊക്കെ എന്തായാലും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ചാനൽ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഈ ബിരിയാണി കഴിക്കുന്നതിനൊക്കെ ഒരു വശമുണ്ട് കേട്ടോ. കുറച്ച് അച്ചാറും കുറച്ച് ചള്ളാസും അതുപോലെ തന്നെ ഒരു ചെറിയ ചിക്കൻ്റെ പീസും കൂടി എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഞെരടണം കേട്ടോ. ഞെരടണം എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം ഞെരടണം. അതൊക്കെ അങ്ങ് കൂടി അങ്ങ് സെറ്റാവണം കേട്ടോ. എന്നിട്ട് ഒരു ഉരുള ഒരു പിടുത്തം അങ്ങ് പിടിക്കണം കേട്ടോ. സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ ഗായ്സ്. എനിക്ക് എന്തായാലും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിന്ന് അകത്താക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ. ടാറ്റ ബൈ ബൈ.